ശിവപ്രിയ ജ്യോതിഷ പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് പറയുന്ന ജ്യോതിഷ സംബന്ധമായ വിഷയം 2025 സെപ്റ്റംബർ മാസത്തെ രാശി നക്ഷത്ര ഫലമാണ്. 2025 സെപ്റ്റംബർ മാസത്തെ രാശി നക്ഷത്ര ഫലം പൂയം മുതൽ ആയില്യം, മകം, പൂരം, ഉത്രം, അത്തം, ചിത്തിര വരെയുള്ള 7 നക്ഷത്രങ്ങളുടെ കാര്യമാണ് ഞാനിന്നിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. പൂയം നക്ഷത്രം സന്താനങ്ങളെ കൊണ്ട് മനസുഖവും അതുവഴി നേട്ടങ്ങളും സന്താന നേട്ടങ്ങളും ഇവർക്കുണ്ടാകാനായിട്ട് സാധ്യതയുണ്ട്. സന്താനങ്ങളെ കൊണ്ട് മനസുഖമുണ്ടാകാം, സന്താനങ്ങളെ കൊണ്ട് നേട്ടങ്ങൾ ഉണ്ടാകാം. എന്നാൽ ദേഹാരിഷ്ടതകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇവരെ സംബന്ധിച്ച് ശരീരത്തിൽ ബുദ്ധിമുട്ടോ ശരീര സംബന്ധമായ അരിഷ്ടതകളോ ശരീരത്തിന് എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങളോ എല്ലാം ഉണ്ടാകാനുള്ള സാധ്യത ഈ മാസത്തിലുണ്ടാകും. കൂടാതെ കാര്യവിജയങ്ങൾ ഉണ്ടാകും. ഇവർ വിചാരിച്ച പല കാര്യങ്ങളും നടത്താനായിട്ട് ഇവർ സാധിക്കും. കാര്യവിജയങ്ങൾ ഉണ്ടാകാം. ചെയ്യുന്ന ജോലികളിൽ ഗുണമുണ്ടാവും. ഇവര് ചെയ്യുന്ന എന്ത് പ്രവൃത്തി ചെയ്താലും അതിനൊരു ഗുണമുണ്ടാവുന്ന ഒരു മാസമാണ് ഈ സെപ്റ്റംബർ മാസം. ചെയ്യുന്ന ജോലികളിൽ ഗുണമുണ്ടാവും. പിതൃസ്വത്ത് അനുഭവയോഗ്യമാകാവുന്ന ഒരു സമയമാണ്. പിതൃസ്വത്ത്, അതായത് പൂർവികരായിട്ട് കിട്ടേണ്ട സ്വത്തുക്കൾ ഉണ്ടെങ്കിൽ അത് കിട്ടാനുള്ള ഒരു സാധ്യതയും ഇവരെ സംബന്ധിച്ച് ഈ സെപ്റ്റംബർ മാസത്തിൽ ഈ പൂയ നക്ഷത്രക്കാർക്ക് ഉണ്ടാകും. അതേപോലെ തന്നെ രാഷ്ട്രീയക്കാർക്ക്, ഈ പൂയ നക്ഷത്രക്കാരായ രാഷ്ട്രീയക്കാർക്ക് ഈ സമയത്ത് ഈ സെപ്റ്റംബർ മാസം നല്ല ഗുണാനുഭവമുള്ള സമയവും കൂടിയായിരിക്കും. ആയില്യ നക്ഷത്രം, ആയില്യ നക്ഷത്രക്കാർക്ക് സെപ്റ്റംബർ മാസത്തിൽ പുതിയ തൊഴിലിനായിട്ട് ഇവർ ശ്രമിക്കും. അതായത് ജോലി ഇല്ലാതിരിക്കുന്ന ആയില്യ നക്ഷത്രക്കാരുണ്ടെങ്കിൽ അവര് പുതിയ ജോലിക്കായിട്ട് ശ്രമിക്കാവുന്ന ഒരു സമയമായിരിക്കും ഇപ്പോൾ. കുടുംബത്തിൽ മനസ്സമാധാനവും സ്വസ്ഥതയും ഇവർക്ക് കിട്ടും. കുടുംബ സംബന്ധമായ കാര്യങ്ങളിൽ ഇവർക്ക് സന്തോഷം കിട്ടുന്ന കാര്യങ്ങൾ വന്നു ചേരും. കുടുംബത്തിൽ സ്വസ്ഥതയും സമാധാനവും സന്തോഷവും ഉണ്ടാവുന്ന ഒരു സമയമായിരിക്കും. സാമ്പത്തികമായിട്ട് ഉയർച്ച ഉണ്ടാവുന്ന ഒരു സമയമാണ്. സാമ്പത്തിക കാര്യങ്ങളിൽ ഇവർക്ക് വളരെയധികം ഉയർച്ച കിട്ടുന്ന ഒരു സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാവുന്ന ഒരു സമയമായിരിക്കും സെപ്റ്റംബർ മാസം. എന്നാൽ ഇവര് കൂട്ടുകെട്ടുകളിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഈ മാസം കൂട്ടുകെട്ടുകൾ വഴി ദോഷാനുഭവങ്ങളിൽ ചെന്നുപെടാൻ ഇവർക്ക് ഇടയാവുന്ന സന്ദർഭങ്ങൾ ഉണ്ടാകാം. അത് ഒഴിവാക്കുന്നതാണ് ഏറ്റവും നല്ലത്. കൂടാതെ ക്ഷേത്ര സംബന്ധമായ കാര്യങ്ങളിൽ ചെന്ന് ഇടപെടാനും അതിൽ സഹകരിക്കാനും പ്രവർത്തിക്കാനും ഒക്കെ ഇവർക്ക് അവസരങ്ങൾ വന്നു ചേരും. മകം നക്ഷത്രം പ്രതീക്ഷിക്കാത്ത സമയത്ത് സ്ഥാനചലനങ്ങൾ ഉണ്ടാകാം. ഇവരെ സംബന്ധിച്ച് ഇവര് പ്രതീക്ഷിക്കാത്ത സമയത്ത് തന്നെ ഇവർക്ക് ചലനങ്ങൾ, മാറ്റങ്ങൾ എന്നിവ ഇവർക്ക് ഉണ്ടാകാനായിട്ടുള്ള സാധ്യത ഉണ്ട്. സാമ്പത്തിക കാര്യങ്ങളിൽ ആരോപണം കേൾക്കാനിട വരും. ഇവരെ സംബന്ധിച്ച് പണ സംബന്ധമായ സാമ്പത്തിക ഇടപാടുകളിൽ വഴി ആരോപണങ്ങൾ കേൾക്കാൻ ഇവർക്ക് അവസരം ഉണ്ടാകാം. ദൂരയാത്ര മാറ്റിവെക്കേണ്ടതായിട്ട് വരും. ഇവര് ദൂരയാത്ര പോകാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ദൂരയാത്ര പോകാനായിട്ടൊക്കെയുള്ള അവസരം ഇവർക്ക് ഉണ്ടാകും. വിദ്യാർത്ഥികളെ സംബന്ധിച്ച് പഠിപ്പിൽ അലസത വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. വിദ്യാർത്ഥികളെ സംബന്ധിച്ച് പഠിപ്പിൽ അലസത, അതാ മടി, ഒരു ഉത്സാഹമില്ലായ്മ, പഠനകാര്യത്തിൽ ഒരു വിമുഖത, ഇതെല്ലാം വിദ്യാർത്ഥികളെ സംബന്ധിച്ച് അലസത കാണിക്കുന്ന ഒരു സമയമായിരിക്കും സെപ്റ്റംബറിൽ. കൂടാതെ IT മേഖലകളിൽ ജോലി ചെയ്യുന്ന ജോലിക്കാർക്ക് വളരെയധികം ഗുണം കിട്ടാവുന്ന ഒരു സമയമാണ് ഈ സെപ്റ്റംബർ മാസം. IT മേഖലയിൽ പണിയെടുക്കുന്ന ജോലിക്കാർക്ക്, ഉദ്യോഗസ്ഥന്മാർക്ക് ഒക്കെ നല്ല സമയമായിരിക്കുള്ളൂ. ഇനി പൂരം നക്ഷത്രം, പൂരം നക്ഷത്രക്കാർക്ക് സെപ്റ്റംബർ മാസത്തിൽ ആരോഗ്യനില വളരെ തൃപ്തികരമായിരിക്കും. ഇവരുടെ ആരോഗ്യനില വളരെയധികം തൃപ്തികരമാവുന്ന ഒരു സമയമായിരിക്കും. എന്നാൽ കരൾ സംബന്ധമായ അസുഖങ്ങൾക്ക് ചികിത്സിക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു സമയവുമായിരിക്കും. അവർ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. ലാഭകരമല്ലാത്ത പ്രവൃത്തികൾ ചെയ്യാൻ ഇടവരും. ഇവരുടെ പ്രവൃത്തികളിൽ നിന്ന് ഇവർക്ക് നേട്ടങ്ങളോ അല്ലെങ്കിൽ അതേപോലെ വരുമാനങ്ങളോ കിട്ടാത്ത ഒരു സമയമായിരിക്കും ഈ സെപ്റ്റംബർ മാസത്തിൽ. അതുവഴി തന്നെ ഇവർക്ക് പണനഷ്ടത്തിനും ധനനഷ്ടത്തിനുമൊക്കെ കാരണമാകാനും ഇടവരും.
പ്രതീക്ഷിക്കാത്ത ചില കേന്ദ്രങ്ങളിൽ നിന്ന് ചിലപ്പോൾ ഇവർക്ക് ധനം കിട്ടാനും സാധ്യത ഉള്ള ഒരു സമയമാണ് ഈ സെപ്റ്റംബർ മാസത്തിൽ പൂരം നക്ഷത്രക്കാർക്ക്. മൊത്തത്തിൽ നോക്കുമ്പോൾ അല്പം ദോഷമാണെങ്കിലും എന്നാൽ ഗുണം കൂടുതൽ കിട്ടുന്ന ഒരു സമയമാണ് ഈ സെപ്റ്റംബർ മാസം പൂരം നക്ഷത്രക്കാരെ സംബന്ധിച്ച്. ഉത്രം നക്ഷത്രം, വാഹനത്തിൽ നിന്ന് ലാഭം കിട്ടാൻ ഇവർക്ക് അവസരം വരും. വാഹനത്തിൽ നിന്ന് ലാഭം, അതായത് വാഹനങ്ങൾ വാടക കൊടുക്കുകയോ അല്ലെങ്കിൽ വാഹനം വഴി എന്തെങ്കിലും വരുമാനങ്ങൾ ഉണ്ടാക്കുന്നവരോ അവർക്ക് ലാഭം കിട്ടാവുന്ന ഒരു സമയമാണ് ഈ സെപ്റ്റംബർ മാസം. പിതൃസ്വത്തുക്കളിൽ നിന്നും ലാഭം കിട്ടും. അതായത് പൂർവികരായ ആൾക്കാരിൽ നിന്നും ഇവർക്ക് സാമ്പത്തികമായിട്ടോ അല്ലെങ്കിൽ വസ്തുവായിട്ടോ എന്തെങ്കിലും കിട്ടാനുണ്ടെങ്കിൽ അത് കിട്ടാൻ പറ്റാവുന്ന ഒരു സമയമാണ് ഈ സെപ്റ്റംബർ മാസം. വീടോ വാഹനമോ അധീനതയിൽ വരുന്ന ഒരു സമയവും കൂടിയായിരിക്കും. വീട് അല്ലെങ്കിൽ വാഹനം ഇതെല്ലാം കിട്ടാവുന്ന ഒരു സമയവും കൂടിയാണ്. ഏത് പരിതസ്ഥിതിയിലും ഉറച്ച തീരുമാനം എടുക്കും ഇവർ. ഏത് പരിതസ്ഥിതി ഉണ്ടായാലും ഇവർ ഉറച്ച തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ട് പോകും. ജോലിയിൽ ഇവർക്ക് പ്രമോഷൻ കിട്ടാൻ സാധ്യതയുണ്ട്. ജോലി സംബന്ധമായ കാര്യങ്ങളിൽ ഉദ്യോഗസ്ഥന്മാർക്കോ അല്ലെങ്കിൽ മറ്റുള്ളവർക്കോ ജോലിയിൽ പ്രമോഷൻ കിട്ടാനുള്ള സാധ്യത കാണുന്നുണ്ട്. ചെയ്യുന്ന പ്രവൃത്തികളിൽ നിന്നും ഇവർക്ക് വിജയം കൈവരിക്കാൻ സാധിക്കും. ചെയ്യുന്ന പ്രവൃത്തികളിൽ നിന്ന് ഇവർക്ക് വിജയം കൈവരിക്കാനൊക്കെ സാധിച്ചെന്ന് വരും. അത്തം നക്ഷത്രം, കുടുംബങ്ങൾ തമ്മിൽ ഐക്യതയുണ്ടാവും. കുടുംബ അംഗങ്ങൾ തമ്മിൽ ഐക്യതയുണ്ടാവും. കുടുംബാംഗങ്ങൾ തമ്മിലുള്ള എന്തെങ്കിലും സ്വരച്ചേർച്ചയില്ലായ്മയുണ്ടെങ്കിൽ അതെല്ലാം മാറിക്കിട്ടാവുന്ന ഒരു അവസരമാണ് ഈ സെപ്റ്റംബർ മാസത്തിൽ. പ്രേമബന്ധങ്ങൾ വിവാഹത്തിൽ കലാശിക്കും. ഇപ്പൊ പ്രേമിച്ചിരിക്കുന്നവരാണെങ്കിൽ ചിലപ്പോൾ അവർക്ക് വിവാഹത്തിന് അനുയോജ്യമായ ഒരു സ്ഥിതിവിശേഷം വന്ന് കൂടാവുന്ന ഒരു സമയമാണ് സെപ്റ്റംബർ മാസം. അപ്പൊ പ്രേമബന്ധങ്ങൾ ചിലപ്പോൾ വിവാഹത്തിൽ കലാശിക്കാനൊക്കെ ഇടവരും. ചില പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ ഇവർക്ക് സാധിച്ചെന്ന് വരില്ല. ആർക്ക്? ഈ അത്ത നക്ഷത്രക്കാർക്ക്. ചില വിഷമം പിടിച്ച ചില കാര്യങ്ങളിൽ ഇവർക്ക് അതിനൊരു ഉത്തരം കണ്ടെത്താൻ ചിലപ്പോൾ സാധിക്കാതെ വരും ഈ സെപ്റ്റംബർ മാസത്തിൽ. അധ്യാപകര്, പോലീസുകാര്, വക്കീലന്മാർ എന്നിവർക്ക് ഈ മാസം വളരെ അനുകൂലമായ ഒരു മാസമാണ് സെപ്റ്റംബർ മാസം. സ്ത്രീകളെ സംബന്ധിച്ച് ദാമ്പത്യപരമായ സുഖം കിട്ടുന്ന ഒരു സമയവും കൂടിയായിരിക്കും ഈ സെപ്റ്റംബർ മാസം. ചിത്തിര നക്ഷത്രം, ചിത്തിര നക്ഷത്രക്കാർക്ക് വീട്ടിൽ ചിലവ്, വിശേഷപ്പെട്ട ഗ്രഹോപകരണങ്ങൾ വാങ്ങുന്നത്, ചിത്ര നക്ഷത്രക്കാരെ സംബന്ധിച്ച് വീട്ടിൽ ചില വിശേഷപ്പെട്ട ഗ്രഹോപകരണങ്ങൾ വാങ്ങുന്നതിന് അവസരം വരും. അപ്പൊ ചെലവ് അവിടെ വരും. ചെലവ് വരാവുന്നൊരു സമയമാണ് ഇവർക്ക്. എന്നാലും അത് വീട്ടിലേക്ക് സാധനങ്ങൾ വാങ്ങുന്നതിന് വേണ്ടിയുള്ള ഒരു ചെലവാണ് അവരെ സംബന്ധിച്ച് ഈ മാസത്തിൽ വരാൻ പോകുന്നത്. ബിസിനസ്സിൽ പുരോഗതി ഉണ്ടാവും. ഇവര് ബിസിനസ് സംബന്ധമായ കാര്യങ്ങൾ, കച്ചവട സംബന്ധമായ കാര്യങ്ങൾ, വ്യാപാര സംബന്ധമായ കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ടെങ്കിൽ അതിലെല്ലാം പുരോഗതി ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയുണ്ട്. തൊഴിലിടങ്ങളിൽ ചില മാറ്റങ്ങൾ ഇവർക്ക് വന്നെന്ന് വരും. ഇവർ ചെയ്യുന്ന തൊഴിലിൽ ചിലപ്പോൾ മാറ്റമൊക്കെ ഇവർക്ക് ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയുണ്ട്. മാതൃസ്വത്ത് കിട്ടാനിടയുണ്ട്. മാതൃപരമായിട്ട് ഇവർക്ക് അമ്മയുടെ അവകാശങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ അമ്മ വഴി ഏതെങ്കിലും സാമ്പത്തിക നേട്ടങ്ങളൊക്കെ കിട്ടാനുള്ള അവസരമാണ് ഇത്. വാഹനങ്ങൾക്ക് കേടുപാടുകൾ വരുന്നത് കാരണം അത് റിപ്പയർ ചെയ്യേണ്ടിയും വരാനുള്ള അവസരം വരും. വാഹനങ്ങൾക്ക് കേടുപാട് വരാം, അത് റിപ്പയർ ചെയ്യേണ്ടിയും വരാവുന്ന ഒരു മാസമാണ് ഈ സെപ്റ്റംബർ മാസം. ഈ വിഷയം ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് നന്ദി, നമസ്കാരം.